സ്കൂളിൽ വേണ്ടേ? പണ്ടാണ് 10 രൂപ. എടി സ്കൂളിൽ പോണ്ടെനിക്ക് എണീറ്റേ. അമ്മ ഒരു 5 മിനിറ്റ് കൊണ്ട് എപ്പോ എണീക്കാം? ചേച്ചി കോളേജിൽ പോരടെ എണീക്കേ. നടക്കുന്നുണ്ടോ? അമ്മ ചോറാക്കിയില്ലേ? ഈ കുട്ടിക്ക് ചോറാക്കി കൊടുക്കണേ. സ്കൂളിൽ പോലെ നേരായില്ലേ? അച്ഛാ ഒന്ന് സ്കൂളിലേക്ക് ആക്കി തരുമോ? അച്ഛന് വർക്ക് ഉണ്ട് മോളെ. ആണോ? എന്നാ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നീ ഇങ്ങോട്ട് വന്നേ. എന്താ? എനിക്ക് മിഠായി വേണോ? എനിക്ക് വേണ്ട മിഠായി. ഞാൻ നിനക്ക് മിഠായി തരാം. എന്റെ അച്ഛൻ പണ്ടില്ല സ്ട്രേഞ്ചേഴ്സിനോട് മിഠായി. നിന്റെ അച്ഛൻ അനീഷല്ലേ? ആ എന്നോട് ഇന്നലെ ആള് പറഞ്ഞു, ഞാൻ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നതാ, അപ്പൊ മോൾക്ക് മിഠായി കൊടുക്കാൻ പറഞ്ഞു. ഇതാ മിഠായി. 2 ദിവസം കൂടി മക്കൾക്ക് മിഠായി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കാശ് വാങ്ങിക്കാം. ക്ലാസ്സിൽ കയറണ്ട. ഇത് എത്ര തവണയാവും? മിഠായി ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അത് കഴിക്കുമ്പോൾ ഭയങ്കര തലവേദന. അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നല്ല, അതൊരു പുതിയ ലിക്കർ ക്യാൻഡിയാണ്. അല്ല, ഞാൻ മിഠായി കിട്ടാൻ വല്ല വഴിയുണ്ടോ? അത് ഞാൻ നാളെ തരാം. നീ അച്ഛനോട് ഇനി പറയണ്ട, ഞാൻ സർപ്രൈസ് ആയിട്ട് വീട്ടിൽ തരാം. അച്ഛ പൈസ വേണമായിരുന്നു. എത്രയടി? 500 രൂപ. 500? എന്തിനാണ്? അത് ടേം ഫീക്കാണ്. ചേട്ടാ, ഇന്ന് മിഠായി ഉണ്ടോ? മിഠായി ഉണ്ട്, പക്ഷെ പൈസ വേണം. പൈസയോ? ആ ടേം ഫീസിന് കൊടുക്കുന്ന പൈസ ഉണ്ട്, അത് മതിയാവോ? കാശ് വേണം. എത്രയാ? 500. 500? ഇനി വെച്ചാൽ കാശ് വേണം. ആണോ? ഞാൻ എങ്ങനെയാ കൊപ്പിക്കാം. ശരി. അതെയോ? നമുക്കെന്താ പറ്റി? എനിക്കൊന്നും പറ്റില്ല. എന്താ എന്താ പറയുക, നമ്മുടെ ക്ലാസ്സിലാണ് മാറിയിട്ടില്ലേ? അത് മുന്നിട്ട് പോയി താല്പര്യമല്ല. എവിടെയാ? നമ്മുടെ ക്ലാസ്സിലാണ്. വിളിക്കൂട്ടോ, അല്ലെങ്കിൽ ഇഷ്ടം അങ്ങോട്ട് വരാം. ഹലോ, നാമികയുടെ അമ്മയാണോ? ഞാൻ സ്കൂളിൽ നിന്നാണ് കേട്ടോ, ക്ലാസ് ടീച്ചറാണ്. ഹലോ, എന്താ ടീച്ചറെ? എന്ത്? അതെന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളുണ്ടോ? നാട്ടിൽ വെള്ളമായിട്ടില്ല. ഇന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാകുന്നില്ലല്ലോ. എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ടീച്ചർ അവളെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. എന്താണ് അമിക ഇത്? പോന്നെ, എന്റെ കൂടെ പോന്നെ. എന്റെ കൂടെ പോരൂ. എന്താ കാര്യം? എനിക്കറിയണം, എന്റെ കൂടെ പോന്നേ പറ്റൂ. മോളെ അനാമിക, നിനക്ക് എന്താടാ പറ്റിയേ? ടീച്ചർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ നീ ഇങ്ങനെ ഒരു വഴിയിലൂടെ പോകുന്നുള്ളത്. ടീച്ചർക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ എന്റെ വീട്ടുകാരത് അറിഞ്ഞാൽ എന്താവും അവസ്ഥ? മോളെ, ഈ പ്രായത്തിലേ പല ചിന്തകളും നമ്മളെ മനസ്സിൽ വരും കേട്ടോ.
അപ്പം അതിൽ നമുക്ക് നല്ല ചിന്തകൾ ഏതാണെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ അറിയണം. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പം നല്ല കുട്ടിയായിട്ട് ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് പഠിക്കാനുള്ള പ്രായമാണ്. അപ്പം നന്നായി പഠിക്കുക. പാരൻസിനും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരിക്കും? അതായത് മോള് പഠിച്ച് വലിയ കുട്ടിയായിട്ട് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ നേടുക എന്നല്ലേ. അപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. വേറെയുള്ള ചിന്തകളൊന്നും മനസ്സിലേക്ക് വരരുത് കേട്ടോ.